വരുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ഉറ്റുനോക്കുന്ന സംസ്ഥാനത്തിൻ്റെ മുഴുവൻ ശ്രദ്ധയും വരുന്ന മണ്ഡലങ്ങളിലൊന്നായിരിക്കും നേമം. അക്കാര്യത്തിൽ സംശയം വേണ്ട. കാരണം BJP ഏറ്റവും കൂടുതൽ പ്രതീക്ഷ അർപ്പിക്കുന്ന മണ്ഡലമാണ്. അതിന് പ്രധാന കാരണം BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ രാജീവ് ചന്ദ്രശേഖറാണ് മത്സരിക്കുന്നത്. അതുകൂടാതെ തന്നെ തദ്ദേശ തെരഞ്ഞെടുപ്പിലെ ഗംഭീര വിജയം, തിരുവനന്തപുരം കോർപ്പറേഷൻ വിജയിച്ചതിൻ്റെ ആത്മവിശ്വാസം, അവിടെ തന്നെ ആകെയുള്ള 27 വാർഡുകളിൽ 17 വാർഡുകളിലും നേമം സെഗ്മെന്റിൽ ജയിക്കാൻ BJPക്ക് സാധിച്ചിരുന്നു. അതുകൂടാതെ തന്നെ കഴിഞ്ഞ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ BJP വലിയൊരു മുന്നേറ്റമാണ് നേമം നിയോജക മണ്ഡലത്തിൽ ഉണ്ടാക്കിയത്. രാജീവ് ചന്ദ്രശേഖറിന് ഏറ്റവും കൂടുതൽ ഭൂരിപക്ഷം ലഭിച്ചത്, 22,000-ലധികം ഭൂരിപക്ഷം ലഭിച്ചത് നേമം നിയമസഭാ സെഗ്മെന്റിൽ നിന്നായിരുന്നു. പിന്നെ ഇപ്പോൾ ഈ തദ്ദേശ തെരഞ്ഞെടുപ്പിൻ്റെ കണക്കുകൾ നമ്മൾ പരിശോധിക്കുകയാണെങ്കിൽ ഏതാണ്ട് 8,000-നടുത്ത് ഭൂരിപക്ഷം BJPക്ക് നേമം നിയമസഭാ മണ്ഡലത്തിലുണ്ട്. അപ്പോൾ ഇതെല്ലാം BJPക്ക് നൽകുന്ന ഒരു ആത്മവിശ്വാസം വളരെ വലുതാണ്. പിന്നെ BJP ചരിത്രത്തിൽ ആദ്യമായിട്ട് സംസ്ഥാനത്ത് ഒരു നിയമസഭാ മണ്ഡലത്തിൽ ജയിച്ചത് നേമത്താണ്. 2016-ൽ 8,000-ലധികം വോട്ടുകൾക്കാണ് O രാജഗോപാൽ താമര വിരിയിച്ചത്. 2011-ലാണെങ്കിൽ 2ാം സ്ഥാനത്ത് വരാനും O രാജഗോപാലിന് സാധിച്ചു. അപ്പോൾ ആ അർത്ഥത്തിലെല്ലാം നേമം തന്നെയാണ് BJPയുടെ ഏറ്റവും സാധ്യതയുള്ള മണ്ഡലം എന്നുള്ള കാര്യം ഉറപ്പ് തന്നെയാണ്. അപ്പോൾ ഈ നേമത്ത് BJPയുടെ അക്കൗണ്ട് ഇത്തവണ വീണ്ടും തുറക്കാതിരിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോൾ LDFും UDFും നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ അറിയാൻ സാധിക്കുന്നത് ശശി തരൂർ ചിലപ്പോൾ നേമത്ത് സ്ഥാനാർത്ഥിയായേക്കുമെന്നുള്ള രീതിയിലാണ്. ഇപ്പം മാധ്യമങ്ങളൊക്കെ ആ രീതിയിലുള്ള വാർത്തകൾ കൊടുത്തിട്ടുണ്ട്. ശശി തരൂരിനോട് മാധ്യമപ്രവർത്തകർ ഇക്കാര്യം ചോദിച്ചപ്പോൾ അദ്ദേഹം അതിനെ നിരാകരിച്ചിട്ടില്ല. പാർട്ടി പറഞ്ഞാൽ ഒരുപക്ഷെ ഇറങ്ങേണ്ടി വരും എന്നുള്ള രീതിയിലാണ് ശശി തരൂർ പറഞ്ഞിരിക്കുന്നത്. ശശി തരൂർ MP എന്നുള്ള നിലയിൽ തിരുവനന്തപുരത്ത് ഏറ്റവും പോപ്പുലറായുള്ള ലീഡർമാരിൽ ഒരാളാണ്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ ഒരു സ്വാധീനം, എക്സ്ട്രാ വോട്ടുകൾ, കോൺഗ്രസിന് ട്രഡീഷണലായി കിട്ടുന്ന വോട്ടുകൾ മാത്രമല്ല അതിനുപരിയായിട്ടുള്ള വോട്ടുകൾ നേടാൻ കപ്പാസിറ്റിയുള്ള ഒരു രാഷ്ട്രീയ നേതാവാണ്. അപ്പോൾ ശശി തരൂരിനെ കൊണ്ടുവരുമ്പോൾ മത്സരം, ഒരു പോരാട്ടം എന്ന് പറയുന്നത് ഒരു വല്ലാത്ത സാഹചര്യത്തിലേക്ക് പോകും എന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പ്രത്യേകിച്ച് ഒരു ത്രികോണ മത്സരത്തിലേക്ക് കാര്യങ്ങൾ പോകാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. ഒരു ഭാഗത്ത് രാജീവ് ചന്ദ്രശേഖർ നിൽക്കുന്നു. രാജീവ് ചന്ദ്രശേഖരനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ കോർപ്പറേഷൻ പിടിച്ചതിൻ്റെ ഒരു ആത്മവിശ്വാസം അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹം വളരെ സജീവമായി തന്നെ കഴിഞ്ഞ ഒരു 6-7 മാസങ്ങളായിട്ട് തിരുവനന്തപുരത്ത് ക്യാമ്പ് ചെയ്ത് തന്നെയാണ് പ്രവർത്തിക്കുന്നത്. നേമത്താണെങ്കിൽ അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം വളരെ ശക്തമാണ്. BJPയെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ BJPയുടെ കൗൺസിലർമാർ എല്ലാം വളരെ പോപ്പുലറായുള്ള കൗൺസിലർമാരാണ്. ജനകീയ അടിത്തറയിലെ താഴെ തട്ടിൽ വ്യക്തമായ സ്വാധീനമുള്ള കൗൺസിലർമാരാണ്. അതും ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എക്സ് ഫാക്ടറാണ് BJPയെ സംബന്ധിച്ച്. അതുമാത്രമല്ല, ഒരു വികസിത കേരളം എന്നുള്ള അദ്ദേഹത്തിൻ്റെ മുദ്രാവാക്യം, രാജീവ് ചന്ദ്രശേഖർ മുന്നോട്ട് വെച്ച മുദ്രാവാക്യം ഏറ്റെടുക്കാൻ തിരുവനന്തപുരം ജനതയ്ക്ക് സാധിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് കോർപ്പറേഷനിൽ ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് ഭരണം ലഭിച്ചത്. അതുമാത്രമല്ല, നരേന്ദ്രമോദിയുമായി അടുത്ത ബന്ധമുള്ള ഒരു ലീഡർ എന്നുള്ള രീതിയിൽ, നേരിട്ടൊരു ആക്സസ് ഉള്ള ലീഡർ എന്നുള്ള ആ ഒരു ഇമേജും രാജീവ് ചന്ദ്രശേഖരൻ്റെ ഒരു തുറുപ്പുചീട്ട് തന്നെയാണ്. അപ്പോൾ രാജീവ് ചന്ദ്രശേഖരും ശശി തരൂരും വരുന്നു, V ശിവൻകുട്ടിയും ഒപ്പം മത്സരിക്കുകയാണെങ്കിൽ ഒരു തീപാർന്ന പോരാട്ടം തന്നെയാണ് എല്ലാവരെയും കാത്തിരിക്കുന്നത്. ഇപ്പം ശശി തരൂരിലേക്ക് വരികയാണെങ്കിൽ തരൂരിനെ സംബന്ധിച്ച് തരൂരിന് നഷ്ടപ്പെടാനൊന്നുമില്ല. തരൂർ അഥവാ ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വിജയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് ചില സാധ്യതകൾ തുറന്നു കിട്ടും. ഒരു പക്ഷേ ഒരു CM പ്രോബബിൾ കാൻഡിഡേറ്റ് എന്നുള്ള രീതിയിലെങ്കിലും ഒരു കളി കളിക്കാനുള്ള ഒരു അവസരം തരൂരിന് വരും. അതിനുള്ള സാധ്യതയൊക്കെ കുറവാണെങ്കിൽ പോലും. പിന്നെ മറ്റൊരു പ്രശ്നമായിട്ട് നിൽക്കുന്നത്, അഥവാ ശശി തരൂർ വിജയിക്കുകയാണെങ്കിൽ ലോക്സഭാ മണ്ഡലത്തിലേക്ക് ഉപതെരഞ്ഞെടുപ്പ് വരും. തിരുവനന്തപുരം ലോക്സഭാ മണ്ഡലത്തിൽ ശശി തരൂരല്ലാതെ മറ്റൊരാളെ കണ്ടെത്താൻ കോൺഗ്രസിന് സാധിക്കില്ല. ഒരു പൊളിറ്റിക്കൽ സ്ഥാനാർത്ഥി നിൽക്കുകയാണെങ്കിൽ മിക്കവാറും BJP വിജയിക്കും എന്നുള്ള കാര്യത്തിൽ സംശയം വേണ്ട. പ്രത്യേകിച്ച് രാജീവ് ചന്ദ്രശേഖർ നേമത്ത് പരാജയപ്പെടുകയാണെങ്കിൽ അദ്ദേഹം അടുത്ത തവണ ലോക്സഭയിലേക്ക് മത്സരിക്കുകയാണെങ്കിൽ, ഈ ഉപതെരഞ്ഞെടുപ്പ് വരികയാണെങ്കിൽ അദ്ദേഹം പാട്ടും പാടി ജയിക്കാനുള്ള ഒരു സാധ്യതയാണ് കാണുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ അത്തരം ഒരു ഹരാക്കിരിയിലേക്ക് പോകുമോ കോൺഗ്രസ് എന്നുള്ളതാണ് ഒരു ചോദ്യം. പക്ഷേ സതീശൻ ഉൾപ്പെടെയുള്ള നേതാക്കളൊക്കെ പറയുന്നത്, അതായത് ഏത് വിധേനയും BJP വീണ്ടും അക്കൗണ്ട് തുറക്കുന്നത് ഇല്ലാതാക്കണം, അതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് പറയുന്നത്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ തരൂരിനെ വീണ്ടും കെട്ടിയിറക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നത്. അതായത് BJP വോട്ടർമാർക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഈ ഒരു നീക്കം വഴി കോൺഗ്രസ് ലക്ഷ്യമിടുന്നത്. കാരണം തരൂർ എന്ന് പറയുമ്പോൾ ദേശീയ വിഷയങ്ങളിലൊക്കെ പ്രധാനമന്ത്രിക്കൊപ്പം നിലയുറപ്പിക്കുന്ന ഒരു നേതാവ് എന്നുള്ളൊരു ഇമേജാണ്. അദ്ദേഹത്തിന് പൊതുവേ ഒരു നിഷ്പക്ഷ വോട്ട് കിട്ടാനുള്ള ഒരു വലിയ പോസിറ്റീവായിട്ടുള്ള ഒരു ആസ്പെക്റ്റ് ഉണ്ട്. അതിനൊപ്പം തന്നെ BJP വോട്ടർമാർക്കിടയിൽ, BJPയുടെ ട്രഡീഷണൽ വോട്ടേഴ്സ് അല്ല, BJPക്ക് വോട്ട് ചെയ്യാൻ നിൽക്കുന്ന ആളുകൾക്കിടയിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടാക്കാൻ തരൂരിൻ്റെ സ്ഥാനാർത്ഥിത്വം വഴി സാധിക്കും. ഇപ്പോൾ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 2021-ൽ കുമ്മനം രാജശേഖരൻ 52,000-നടുത്ത് വോട്ടാണ് പിടിച്ചത്. പക്ഷേ 3,949 വോട്ടുകൾക്കാണ് ശിവൻകുട്ടി വിജയിച്ചത്. ചെറിയൊരു ലീഡാണ്. അപ്പോൾ ആ വിജയം എങ്ങനെയുണ്ടായി എന്നുള്ള പല രീതിയിലുള്ള പ്രചരണങ്ങളും അതുകൂടാതെ അനാലിസിസും ഒക്കെ ഉണ്ട്. SDPയുടെ വോട്ട്
നമ്പറായിട്ട് ശിവൻകുട്ടിക്ക് ലഭിച്ചു. ആ ഒരു വോട്ടിൻ്റെ പുറത്താണ് ശിവൻകുട്ടി വിജയിച്ചതെന്നുള്ള കാര്യം ഏതാണ്ട് എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. പൊതുവെ നിയമത്തെ ഒരു പ്രശ്നം എന്ന് പറയുന്നത്, നിയമത്തെ ഈ മുസ്ലിം വിഭാഗക്കാരുടെ അല്ലെങ്കിൽ ന്യൂനപക്ഷ കമ്മ്യൂണിറ്റിയുടെ ഒരു ടാക്ടിക്കൽ വോട്ടിംഗ്, അതിനെ മറികടക്കാൻ BJPക്ക് സാധിക്കണം. കഴിഞ്ഞ തവണ അതാണ് സംഭവിച്ചത്. പ്രത്യേകിച്ച് മുരളീധരൻ രംഗത്തേക്ക് വന്നു. അപ്പം കെ മുരളീധരൻ തന്നെ 36,000-ലധികം വോട്ട് പിടിച്ചു. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രീതിയിലുള്ള ഒരു ത്രികോണ മത്സരം ഇത്തവണയും ഉണ്ടാവുകയാണെങ്കിൽ അത് BJPക്കാണോ സാധ്യത ഉണ്ടാക്കുക, അല്ലെങ്കിൽ അത് മറ്റേതെങ്കിലും പാർട്ടിക്കാണോ എന്നുള്ളതാണ് മറ്റൊരു ചോദ്യമായിട്ട് നിൽക്കുന്നത്. പക്ഷേ സ്വാഭാവികമായിട്ടും നല്ലൊരു ത്രികോണ മത്സരം നടക്കുന്നത് തന്നെയായിരിക്കും നിലവിലെ സാഹചര്യത്തിൽ BJPക്ക് നല്ലത്. കാരണം 2016 O രാജഗോപാൽ 8,000-ലധികം ഭൂരിപക്ഷത്തിനാണ് നേമത്ത് ചരിത്രം രചിച്ചത്. അന്ന് ശിവൻകുട്ടി 2ാം സ്ഥാനത്ത് വന്നപ്പോൾ 13,000 വോട്ട് മാത്രമാണ് UDF സ്ഥാനാർത്ഥിയായ സുരേന്ദ്രൻ പിള്ളയ്ക്ക് ലഭിച്ചത്. അപ്പം അതുകൊണ്ട് തന്നെ ഒരു ദുർബലനായ UDF സ്ഥാനാർത്ഥി നിൽക്കുകയാണെങ്കിൽ സ്വാഭാവികമായിട്ടും UDFന്റെ വോട്ട് പൂർണ്ണമായും LDFിലേക്ക് ഒലിച്ചു പോകുമെന്നുള്ളത് ഉറപ്പായുള്ള ഒരു കാര്യമാണ്. അപ്പോൾ അതുകൊണ്ട് BJPക്ക് നല്ലൊരു ത്രികോണ മത്സരം തന്നെയാണ്. കാരണം കഴിഞ്ഞ തവണ കുമ്മനം രാജശേഖരൻ ചെറിയ വോട്ടുകൾക്ക് പരാജയപ്പെട്ടെങ്കിൽ പോലും ആ ഒരു ട്രെൻഡ് ആയിരിക്കും BJPക്ക് നൽകുന്നത്. നല്ലൊരു ത്രികോണ മത്സരം നടക്കുകയാണെങ്കിൽ, പ്രത്യേകിച്ച് ന്യൂനപക്ഷ വോട്ടുകൾക്കിടയിലുള്ള ഒരു സ്പ്ലിറ്റൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ BJPക്ക് എളുപ്പത്തിൽ ഒരു വലിയ ഭൂരിപക്ഷത്തിൽ ജയിച്ചു കയറാൻ നേമത്ത് സാധിക്കും. അല്ലെങ്കിൽ ഇപ്പം പറയുന്ന രീതിയിൽ കോൺഗ്രസ് ഒരു വളരെ ദുർബലനായ ഒരു സ്ഥാനാർത്ഥിയെ നിർത്തുന്നു, എന്നാൽ ശിവൻകുട്ടിയും രാജീവ് ചന്ദ്രശേഖരനും തമ്മിലുള്ള ഒരു ഫൈറ്റ് നടക്കുകയാണെങ്കിൽ കോൺഗ്രസിന് കിട്ടേണ്ട വോട്ടുകൾ പൂർണ്ണമായും ശിവൻകുട്ടിയിലേക്ക് ഒലിച്ചു പോകും. അപ്പം അതുകൊണ്ട് നിലവിലെ സാഹചര്യത്തിൽ ഒരു ത്രികോണ മത്സരം വരുന്നത്, അതിപ്പോൾ തരൂരായാലും ആരായാലും അത് BJPക്ക് ഗുണം തന്നെ ചെയ്യും എന്ന് വിലയിരുത്തേണ്ടി വരും. നിലവിൽ തിരുവനന്തപുരത്ത് പൊതുവെ BJPക്ക് അനുകൂലമായിട്ടുള്ളൊരു കാറ്റ് വളരെ ശക്തമായിട്ട് വീശുന്നുണ്ട്. അതൊരു വസ്തുത തന്നെയാണ്. തിരുവനന്തപുരം നഗരപരിധിയിലെ മണ്ഡലങ്ങളിലെല്ലാം അതിൻ്റെ ഒരു റിഫ്ലക്ഷൻ ഉണ്ടാവും. കാരണം ഒരു ഹണിമൂൺ പീരീഡ് എന്നുള്ള ഒരു അവസ്ഥയിൽ BJP ഇപ്പോൾ നിൽക്കുന്നത്. കാരണം തിരുവനന്തപുരം കോർപ്പറേഷനിൽ ഭരണം പിടിച്ചതിന് ശേഷമുള്ള സാഹചര്യങ്ങൾ, മേയർ VV രാജേഷിൻ്റെ ഇതുവരെയുള്ള പ്രവർത്തനങ്ങൾ വളരെ കുറച്ച് സമയമേ ആയിട്ടുള്ളൂ. പക്ഷേ നല്ലൊരു അഭിപ്രായമാണ് സാധാരണ ജനങ്ങൾക്കിടയിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അതെല്ലാം ഒരു പോസിറ്റീവാണ്. അതിനൊപ്പം തന്നെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി വരുന്നു. വികസിത അനന്തപുരി എന്ന് പറയുന്ന സ്വപ്നത്തിനായിട്ടുള്ള നിർണായക പദ്ധതികളൊക്കെ അദ്ദേഹം പ്രഖ്യാപിക്കുകയാണെങ്കിൽ ഇതിൻ്റെ ആ ഒരു തലം വേറൊരു തലത്തിലേക്ക് പോകാനാണ് സാധ്യത. അതുമാത്രമല്ല, നിലവിലെ ഒരു സാഹചര്യത്തിൽ ശക്തമായ രീതിയിലുള്ള സംഘടനാ സംവിധാനം നേമം മണ്ഡലത്തിൽ BJPക്ക് ഉണ്ട്. തിരുവനന്തപുരം ജില്ലയിലുണ്ട്, നേമ മണ്ഡലത്തിൽ പ്രത്യേകിച്ചുണ്ട്. അതുകൂടാതെ തന്നെ RSSന്റെ പ്രവർത്തനം വളരെ സ്ട്രോങ് ആയിട്ട് ഉണ്ടാകുമെന്നുള്ള കാര്യത്തിലും തർക്കം വേണ്ട. അപ്പോൾ ഇതെല്ലാം ഒരു പോസിറ്റീവായിട്ടുള്ള ഘടകം തന്നെയാണ് BJPക്ക്. അപ്പോൾ ആര് വന്നു കഴിഞ്ഞാലും, ഏത് കൊലകൊമ്പൻ വന്നു കഴിഞ്ഞാലും നിലവിലെ ഒരു സാഹചര്യത്തിൽ BJPയെ തറ പറ്റിക്കുക വളരെ ശ്രമകരമായൊരു ദൗത്യമായിരിക്കുമെന്ന് തന്നെ നമുക്ക് വിലയിരുത്തേണ്ടി വരും.